Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 മെയ് 4 മുതൽ 8 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളും തമ്മിൽ ഇന്ത്യൻ ഓഹരി വിപണി ഈ ഒരാഴ്ച വലിയ ചാഞ്ചാട്ടങ്ങൾക്കിടയിൽ മുന്നേറുകയായിരുന്നു. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് സെൻസസും നിഫ്റ്റിയും മികച്ച നേട്ടത്തോടെയാണ് ഈ ഒരാഴ്ച അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് നിക്ഷേപകരെ ഏറെ ആശ്വാസപ്പെടുത്തിയിട്ടുമുണ്ട്. ഓട്ടോ, IT, റിയൽ എസ്റ്റേറ്റ്, റിന്യൂവബിൾ എനർജി മേഖലയിലെ ശക്തമായ 4ാം ക്വാർട്ടർ ഫലങ്ങളാണ് വിപണിക്ക് പ്രധാന കരുത്തായി മാറിയിട്ടുള്ളത്. അതേസമയം ചില ബ്ലൂ ചിപ്പ് ഓഹരികളിൽ പ്രോഫിറ്റ് ബുക്കിംഗും പ്രകടമായിട്ടുണ്ട്. സെൻസസ് 7328ലും നിഫ്റ്റി 24,176ലും ക്ലോസ് ചെയ്തതോടെ വിപണി ഇപ്പോഴും ഒരു ബൂളിഷ് മൂഡിലാണ് എന്ന് നമുക്ക് വിലയിരുത്തപ്പെടുന്നു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികളും ശക്തമായ മുന്നേറ്റം നടത്തിയതും ശ്രദ്ധേയമാണ്. വിദേശ നിക്ഷേപകരുടെ നീക്കങ്ങൾ, ക്രൂഡ് ഓയിലിന്റെ വില, ഡോളറിനെതിരെ രൂപയുടെ പ്രകടനം എന്നിവയാണ് ഈ ഒരു വിപണിയുടെ നീക്കത്തിന് പ്രധാന കാരണമായി മാറിയത്. ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകരുടെ ശക്തമായ പങ്കാളിത്തം ഇപ്പോഴും വിപണിക്ക് വലിയ പിന്തുണയായി തുടരുകയാണ്. ആഴ്ചയിലെ വിപണി നോക്കുമ്പോൾ വലിയ ഉയർച്ചയും താഴ്ചയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച വിപണി ചെറിയ നേട്ടത്തോടെ ആരംഭിച്ചപ്പോൾ നിഫ്റ്റി 24,119ലേക്ക് ഉയർന്നു. എന്നാൽ ചൊവ്വാഴ്ച ആഗോള വിപണിയിലെ സമ്മർദ്ദവും ചില ഓഹരികളിലെ വിൽപ്പനയും മൂലം വിപണി വീണ്ടും താഴേക്ക് പോയി. ബുധനാഴ്ച വീണ്ടും വൻ റാലി ഉണ്ടാവുകയും ചെയ്തു. സെൻസസ് ഏകദേശം 941 പോയിന്റ് ഉയർന്നത് നിക്ഷേപകരിൽ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. IT, ബാങ്കിംഗ്, എനർജി ഓഹരികളിലാണ് കൂടുതൽ വാങ്ങൽ ഉണ്ടായിട്ടുള്ളത്. വ്യാഴാഴ്ച ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും വെള്ളിയാഴ്ച വിപണി വീണ്ടും സമ്മർദ്ദത്തിലായി. സെൻസസ് 516 പോയിന്റ് ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 150 പോയിന്റിലധികം നഷ്ടം രേഖപ്പെടുത്തി. ഇതിലൂടെ വിപണി ഇപ്പോഴും സ്ഥിരതയില്ലായ്മ തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും മുഴുവൻ ആഴ്ച കണക്കാക്കുമ്പോൾ വിപണി പോസിറ്റീവ് സോണിൽ തുടരാൻ കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. രാഷ്ട്രീയ രംഗത്തും ഈ ഒരാഴ്ച വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയത് 5 സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ്. പശ്ചിമ ബംഗാളിൽ BJP മുന്നേറ്റം തുടരുമ്പോൾ തമിഴ്നാട്ടിൽ TVKയും DMKയും തമ്മിലുള്ള ശക്തമായ മത്സരം ശ്രദ്ധേയമായി. കേരളത്തിൽ കോൺഗ്രസിനാണ് മുൻതൂക്കം കിട്ടിയത്. രാഷ്ട്രീയ സ്ഥിരതയും നയപരമായ തീരുമാനങ്ങളും വിപണിയെ വലിയ സ്വാധീനം ചെലുത്തുന്നതിനാൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിക്ഷേപകർ കൂടുതൽ അടുത്തായി നിരീക്ഷിച്ചിട്ടുമുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുമെന്നുള്ള സൂചനകളും ആഗോള വിപണിയിൽ പോസിറ്റീവ് വികാരം സൃഷ്ടിക്കുകയുണ്ടായി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വീണ്ടും സാധാരണ നിലയിലാകുമെന്നൊരു പ്രതീക്ഷ ക്രൂഡ് ഓയിലിന്റെ വില വിപണിയിലും ആശ്വാസം നൽകുകയാണ്. എന്നാൽ അന്തിമ കരാർ ഇനിയും വന്നിട്ടില്ലാത്തതിനാൽ നിക്ഷേപകർ ജാഗ്രത തുടരുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ഈ ഒരാഴ്ച പുറത്തുവരുന്ന കണക്കൂട്ടുകൾ എല്ലാം തന്നെ ഒരു മിക്സ്ഡ് പ്രതികരണമാണ് നമുക്ക് നൽകുന്നത്. മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലം അസംസ്കൃത വസ്തുക്കളുടെ വില ഉയരുന്നതും ഇൻപുട്ട് കോമ്പോസിറ്റ് കൂടിയതുമാണ് പ്രധാന വെല്ലുവിളിയായി മാറിയിട്ടുള്ളത്. സർവീസ് PMI 58.8 ആയി ഉയർന്നത് ഇന്ത്യയിലെ സേവന മേഖല ഇപ്പോഴും ശക്തമാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇ-കൊമേഴ്സ് വളർച്ചയും ആഭ്യന്തര ആവശ്യകതയും സർവീസ് മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. കോമ്പോസിറ്റ് PMI 58.2 ആയി ഉയർന്നതും സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള സ്ഥിരതയെ സൂചിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ലിക്വിഡിറ്റിയും ഉപഭോഗ ആവശ്യകതയും ഇപ്പോൾ ശക്തമായതിനാൽ അടുത്ത മാസങ്ങളിലും സമ്പദ് വ്യവസ്ഥയിൽ പോസിറ്റീവ് വളർച്ച പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം ഉയർന്ന ഇന്ധന വിലയും പണപ്പെരുപ്പ ഭീഷണിയും സർക്കാരിന് RBIയുടെ വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. ആഗോള വിപണിയിലും നിരവധി നിർണായക സംഭവങ്ങളാണ് ഈ ഒരു വീക്കിൽ നടന്നിട്ടുള്ളത്. യൂറോസോൺ രാജ്യങ്ങളിൽ ഉൽപാദന ചെലവുകൾ ഉയർന്നതും എനർജി വില വർദ്ധിച്ചതും വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ പണപ്പെരുപ്പം കൂടിയപ്പോൾ ഹോങ്കോങ്ങിന്റെ GDP വളർച്ച 5 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഉയർന്നതും ഫെഡറൽ റിസർവിന്റെ ഭാവി പലിശ നിരക്ക് തീരുമാനങ്ങളെ കൂടുതൽ നിർണായകമാക്കും. ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്ക് വീണ്ടും പലിശ നിരക്ക് ഉയർത്തിയതും ആഗോള സാമ്പത്തിക സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നുവെന്നതിന്റെ സൂചനയാണ്. അടുത്ത ആഴ്ചകളിൽ കമ്പനികളുടെ ക്വാർട്ടർ ഫലങ്ങളും അമേരിക്ക ഇറാൻ ചർച്ചകളുടെ പുരോഗതിയും ക്രൂഡ് ഓയിലിന്റെ വിലയും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറും. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിനും ആഴത്തിലുള്ള മാർക്കറ്റ് വിശകലനത്തിനുമായി ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.